നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. നാളെ മുതൽ പുതിയൊരു പരമ്പര ഞാൻ ആരംഭിക്കുകയാണ്. കൃഷ്ണശിലയായി എന്നാണ് അതിനെ പരമ്പരയ്ക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേയും ദൈവിക ആരാധന തുടങ്ങിയ കാലത്തും എല്ലാം വിഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൃഷ്ണശിലയിലാണ്. അതിൻ്റെ മനോഹാരിത, ആ കല്ലിൽ കൊത്തിയെടുക്കുന്ന വിഗ്രഹങ്ങൾ തേജോമയമാണ്. കാലാനുവർത്തിയായി എന്നും നിലനിൽക്കുന്ന ലക്ഷക്കണക്കിന് വിഗ്രഹങ്ങൾ, അതിൽ നമ്മൾ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ദൈവീയ ബിംബങ്ങളെ കണ്ടെത്തുന്നു. കാലാനുവർത്തിയാണത്. അപ്പോൾ ഇതും ഈ അനുഭവങ്ങളും ഒരു കാലാനുവർത്തിയായി തീരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷ്ണശിലയായി എന്ന് പേരിട്ടിരിക്കുന്നത്. ഒരുപാട് കലാകാരന്മാരും ഒരുപാട് എഴുത്തുകാരും വിശ്വം മുഴുക്കെ അറിയപ്പെടുന്ന പലരും നേരിൽ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് ഞാൻ ഓരോ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ തുടങ്ങട്ടെ. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരനും വാഗ്മിയും സർവോപരി ഞാൻ കണ്ട വ്യക്തിത്വങ്ങളിൽ ഇത്രയും ഉയർന്ന ചിന്തയും ഉയർന്ന രീതിയിലുള്ള പെരുമാറ്റവും നമ്മുടെ മനസ്സിൽ നിന്നും മായുകയേയില്ല. ഡിസംബർ 17 1985 ഞാൻ വിശ്വവിഖ്യാതനായ ഡോക്ടർ ജി രാമചന്ദ്രനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ നെയ്യാറ്റിൻകരയിലുള്ള കുട്ടപ്പന എന്ന സ്ഥലത്ത് നിന്നും തിരിഞ്ഞു പോകുന്ന സ്ഥലത്തെ ആ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്തോ കുത്തിക്കുറിക്കുകയായിരുന്നു. അദ്ദേഹം ആരാണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കണമല്ലോ. ഡോക്ടർ ജി രാമചന്ദ്രൻ സാർ ഒക്ടോബർ 7 1904 ജനനം. 17 ജനുവരി 1995 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സോഷ്യൽ റിഫോർമറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയായിരുന്നു ഡോക്ടർ TS സുന്ദരം. പ്രശസ്തമായ TV സുന്ദരം അയ്യങ്കാറിൻ്റെ മകളാണ്. TVSൻ്റെ ഫൗണ്ടറിൻ്റെ മകൾ. 1945 ഗാന്ധിഗ്രാമം എന്നുള്ള ഒന്ന് തുടക്കമിട്ടു. വിശ്വഭാരതി റൂറൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചേർന്നു. ദേശികോത്തമ എന്ന ബിരുദം അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1980 മാധവി മന്ദിരം ലോകസേവാ ട്രസ്റ്റ് രൂപീകരിച്ചു. ശ്രീ പട്ടൻ താണ്ടുപിള്ളയുടെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മിനിസ്റ്ററായിരുന്നു. ഗാന്ധിഗ്രാമിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. 1921 അദ്ദേഹം
ഗാന്ധിജിയെ നേരിൽ കണ്ടു. പല അവസരങ്ങളിലായി സ്വാതന്ത്ര്യ സമര രംഗത്ത് പല അവസരങ്ങളിലായി അദ്ദേഹം 7 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരിലേക്കും വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുമായിരുന്നു. 76-79 കാലഘട്ടത്തിൽ ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിന് ഗ്രാംബ്ലിംഗ് യൂണിവേഴ്സിറ്റി US നിന്നും അമേരിക്കയിൽ നിന്നും ഉള്ള അവാർഡ്, ശേഖ ഗക്കി ഇൻ്റർനാഷണൽ അവാർഡ് ടോക്കിയോയിൽ നിന്നും ജപ്പാനിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മാധവി മന്ദിരത്തിൽ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്, വന്ന് ഒരു ദിനം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് സർവശ്രീ ഡോക്ടർ ജി രാമചന്ദ്രൻ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് പറഞ്ഞുവല്ലോ 1985-ലാണ്. ഞാൻ എഴുതിയ ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്നൊരു കവിതാസമാഹാരമുണ്ട്. നമ്മളെല്ലാം നല്ലവരാണ്, പക്ഷെ ഒരു ജീവിതത്തിൽ കള്ളം പറയാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ എഴുതിയ ഒരു കവിതാസമാഹാരമാണ് ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ്. ഇതാണ് ആ പുസ്തകം. അന്ന് ഇതിൽ 26 കവിതകളാണ്. ഈ കവിതയുമായി തമ്പാനൂരിൽ നിന്നും ബസ്സിൽ യാത്രയായി അദ്ദേഹത്തെ കാണാനായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങും, എന്താണ് പറയേണ്ടത്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അഡ്വർടൈസിങ് വിത്ത് ലൈഫ്, അതൊരു വലിയ സൃഷ്ടിയാണ്. അത് വായിക്കുകയുണ്ടായി. അദ്ദേഹത്തെ എങ്ങനെ നേരിടും, എന്ത് പറഞ്ഞാണ് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചിന്തകളുമായി ഞാൻ ബസ്സിൽ യാത്രയാവുകയാണ്. അങ്ങനെ കൂട്ടപ്പന എന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്നും വേറൊരു ബസ്സിൽ അദ്ദേഹത്തിൻ്റെ മാധവി മന്ദിരത്തിൽ എത്തുമ്പോൾ വരാന്തിയിൽ 1-2 പേർ വന്ന് ചോദിച്ചു ആരെ കാണാനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ജി രാമചന്ദ്രനെ കാണാനായിട്ടാണ്, സാറിനെ കാണാനായിട്ടാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീണ്ട ജൂബയും മുണ്ടും ധരിച്ച് അദ്ദേഹം അകത്തു നിന്നും വായനാമുറിയിലേക്ക് എത്തുകയാണ്. ഞാൻ എഴുന്നേറ്റ് കൈകൂപ്പി, സാർ എൻ്റെ പേര് ശരവൺ മഹേശ്വർ എന്നാണ്, സാറിനെ കണ്ട് സംസാരിക്കാനും എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് 2 വരി എഴുതിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായനാമുറിയിൽ കൊണ്ടുപോയി. ചുറ്റും ചുവരുകൾ നിറയുമുള്ള അലമാരകളിൽ നിറയെ പുസ്തകങ്ങളാണ്. ഞാൻ കണ്ടൊരു സവിശേഷത എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ പെരുമാറ്റം, വളരെ മാന്യമായ പെരുമാറ്റം. ഇത്രയും പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു വലിയ വ്യക്തി. നീണ്ട നാസികയും വിടർന്ന കണ്ണുകളും വലിയ മുഖവും ആഠ്യത്വം നിറഞ്ഞ ആ ശരീരവും. അദ്ദേഹം ആ ചാരുകസേരയിൽ
കിടന്നിട്ട് എന്നോട് ഒരു സ്റ്റൂൾ നീക്കി തന്നു, അതിലിരിക്കാൻ പറഞ്ഞു. എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ചിന്തിച്ച് ഞാനിവിടെ നിന്നോളാം സാർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ഇയാൾ ഇരിക്കൂ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ടൈറ്റിൽ കേട്ടിട്ട് അപ്പോൾ ഞാനും കള്ളനാണല്ലേ എന്ന് പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല സാർ, എല്ലാവരും കള്ളന്മാരല്ല എന്ന് പറയുമ്പോൾ ഞാൻ കള്ളനാണ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എല്ലായിടവും നമുക്ക് കള്ളം പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവർക്ക് ദോഷമില്ലെങ്കിലും നമ്മൾ അറിയാതെയെങ്കിലും കള്ളം പറഞ്ഞു പോകും. അതൊരു നിമിത്തമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് അനുഭവങ്ങളും സാഹചര്യങ്ങളും കൊണ്ടാണ്. പലതും നേരിൽ പറയേണ്ടവയ്ക്ക് മറവിൽ പറയേണ്ട അവസ്ഥ. അപ്പോൾ അന്നത്തെ ചെറിയ അറിവിൻ്റെ പുറത്താണ് ഇത്രയും കവിതകൾ എഴുതി കുറിച്ചത്. ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെയാണോ ദൈവമേ ഇത് എഴുതിയത് എന്ന് തോന്നിപ്പോകും. നമ്മുടെ വളർച്ചയും നമ്മുടെ പുസ്തക വായനയും അനുഭവങ്ങളും ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ അന്ന് എഴുതുന്നതെല്ലാം ഇന്ന് നന്നായി തോന്നുകയില്ല എന്നതാണ് എൻ്റെ പക്ഷം. കവിതകളെല്ലാം ഓരോന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് ചിന്താധീനനായ ആ ചാരുകസേരയിൽ പച്ചയും മഞ്ഞയും ഇടകലർന്ന ചാരുകസേര തുണിയിൽ അദ്ദേഹം കൈ മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഓരോ കവിത കേട്ട് കഴിയുമ്പോഴും അദ്ദേഹം ഒന്ന് മൂളും. അങ്ങനെ 1.5 മണിക്കൂർ എടുത്ത് 26 കവിതകളും അദ്ദേഹത്തെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് മിണ്ടാതെ എന്നെ സസൂക്ഷ്മം നോക്കിയിരുന്നു. എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. വളരെ മാനസികമായിട്ടൊരു സംഘർഷം നിറഞ്ഞൊരു അവസ്ഥ. എന്നിട്ട് അദ്ദേഹം ഒരു പേപ്പറിൽ പച്ച മഷി കൊണ്ട് എഴുതി കവിതകളെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അദ്ദേഹം എഴുതി. എന്നിട്ട് പറഞ്ഞു, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കവി എന്നെ കാണാൻ വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അകത്തു നിന്നും ഒരു കപ്പിൽ ചായയുമായി ഒരു സ്ത്രീരത്നം കടന്നു വന്നു. ചായ കുടിച്ചു. അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, ലോകവിസ്മയമാണ് അദ്ദേഹം. ഇത്രയും ക്ഷമയുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം കുറേ കാലം പ്രവർത്തിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ കൂടെ ലോകമെമ്പാടും ബ്രിട്ടനിലും US-ലും ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വിശാലമായ കടൽ പോലെയാണ്. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ആ ഒരു മനസ്സ് എന്തും ത്യാഗത്തോടെ നേരിടാനുള്ളൊരു മനസ്സ്, അത് അദ്ദേഹത്തെ പോലെ മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല. അന്ന് സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ മറ്റെല്ലാ നേതാക്കളെയും, നെഹ്റുവിനെയും വല്ലഭായ് പട്ടേലിനെയും, അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും ഒട്ടുമിക്ക ആളുകളുമായി സംവേദിക്കാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്.
നോക്കൂ, ഞാൻ ഇന്നും ഉപയോഗിക്കുന്നത് വെള്ള ഉടുപ്പുകളാണ്. അതും കൈത്തറിയിൽ നെയ്തെടുത്ത ഷർട്ടുകളാണ് ഞാൻ ഇന്നും ഇടുന്നത്. ഈ ജീവിതം സാർത്ഥകമാണ്. പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ എൻ്റെ പേരും എവിടെയെങ്കിലും പരാമർശിക്കപ്പെടുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്ത മനസ്സിനെ ഒരു ശാന്തമായ കടൽ പോലെ എത്തിക്കപ്പെടും. ഇത്രയും കലാകാരന്മാരും ഇത്രയും എഴുത്തുകാരും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായി പറയാൻ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ലാളിത്യമാർന്ന പെരുമാറ്റം. ഞാൻ ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന പെരുമാറ്റം. ഒരു 4 മണിക്കൂർ അവിടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് കഞ്ഞിയും പുഴുക്കുമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു, വേണ്ട സർ, എനിക്ക് ഇപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞു. അത് കുട്ടിയുടെ സൗകര്യം. എന്തായാലും ഇതിലെ കവിതകൾ കേട്ടപ്പോൾ ഇത് പ്രീ ഡിഗ്രിക്കോ പാഠപുസ്തകമാക്കിയാൽ നന്ന് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അതിനു വേണ്ട റെക്കമെൻഡേഷൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒന്നുമായിട്ടില്ല, എഴുതി തുടങ്ങിയതേ ഉള്ളൂ, ഇത് 2ാമത്തെ പുസ്തകമാണ്. കാലാന്തരത്തിൽ ഇതെന്തായി തീരും എന്നൊന്നും പറയാൻ പറ്റില്ല. ആകെ ഒരു എഡിഷനെ, ഫസ്റ്റ് എഡിഷൻ മാത്രമേ ഇറക്കിയുള്ളൂ. പിന്നീട് കാലം ഒത്തിരി കഴിഞ്ഞു. എഴുത്തും വായനയും ജീവിതവുമൊക്കെ ഒരു കൂട്ടിക്കുഴച്ചിലൂടെ മുന്നോട്ട് പോയി. 56 പുസ്തകങ്ങൾ എഴുതി. എങ്കിലും ഞാൻ കണ്ട എൻ്റെ മനസ്സിനെ ഇന്നും മഥിക്കുന്ന ഒരു വിശ്വ പൗരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം കേട്ടുകഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അഹങ്കാരിയായി തീരാൻ കഴിയില്ല. നമ്മളൊന്നുമല്ല എന്ന് തോന്നുന്ന ഒരുപാട് നിമിഷങ്ങൾ. അന്ന് അദ്ദേഹം ആ ജൂബിയും ഇട്ട് മുണ്ടും ഉടുത്ത് ആ വീട്ടിൽ നിന്നും വീടിൻ്റെ ഉമ്മറക്കോലായിൽ ഒരു 3-4 സ്റ്റെപ്സ് വരെ വന്നിട്ട്, കുഞ്ഞെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, പ്രായമൊക്കെ ആയില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു വടി കയ്യിൽ ഊന്നിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ സത്യത്തിൽ അന്ന് ക്യാമറയും മൊബൈലും ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ഒരു സ്നാപ്പ്, ഒരു ഫോട്ടോ എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ വിവാഹത്തിന് ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും വരാം എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ജീവിതം ഊഷ്മളമാവട്ടെ എന്ന്. 1986 എൻ്റെ ഫസ്റ്റ് എഡിഷൻ പ്രസിദ്ധീകരിച്ചത്. അതിലെ അദ്ദേഹത്തിൻ്റെ വരികൾ അതേപടി പ്രിൻ്റെടുത്ത് എൻ്റെ സൃഷ്ടിയിൽ ചേർക്കുകയായിരുന്നു. കാലം ഒരുപാട് കടന്നുപോയി. അദ്ദേഹവും തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മടങ്ങി.
പക്ഷെ ആ ഓർമ്മകൾ, ആ അനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ വളരെ വിരളമായ ഒരാളുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിട്ടുള്ളൂ. അതിലൊന്ന് അദ്ദേഹമായിരുന്നു സർവശ്രീ ഡോക്ടർ ജി രാമചന്ദ്രൻ. മഹാത്മാഗാന്ധിയോടൊപ്പം കഴിഞ്ഞ എത്രയോ നാളുകൾ അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റ ഒരു വലിയ മനുഷ്യൻ. പറഞ്ഞാൽ തീരില്ല ആ നോട്ടവും ഭാവവും പെരുമാറ്റവും എല്ലാം. മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന പെരുമാറ്റം ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ട ഒരു ജീവിത പ്രക്രിയ. ഇന്ന് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ആ വലിയ പ്രതിഭയ്ക്ക്, ആ വിശ്വപൗരന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അവിടുന്ന് ഇറങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, പുസ്തകമായി കഴിഞ്ഞാൽ എനിക്കൊരു കോപ്പി അയച്ചു തരണേ എന്ന് പറയുകയുണ്ടായി. അതിന് പ്രകാരം ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തും ഒരു കോപ്പിയും അയച്ചു കൊടുത്തു. അതിന് മറുപടിയായി അദ്ദേഹം 2 വരി കുറിച്ചു. എന്നെ ഓർത്തതിനും ഞാൻ എഴുതിയ വാക്കുകൾ കുറിച്ച പുസ്തകവും അയച്ചു തന്നതിന് നന്ദി. ഇത്രമാത്രം കുറിച്ചുകൊണ്ടുള്ളൊരു കത്ത്. അപ്പോൾ ജീവിതത്തിൻ്റെ വല്ലരിയിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് മറ്റൊരു ലോകത്ത് ഇരിക്കുന്ന വലിയ പ്രതിഭയെ ആദരവോടെ പ്രണമിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.